Hello, welcome to market discussion of the day. Today, July 3rd, 2025, Thursday ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ ആഴ്ച തുടക്കം മുതലേ പറയുന്ന കാര്യം എന്താണ്? ഇന്ന് NFP ഡേ ആണ്, നോൺ ഫാം പേറോൾ ഡേ ആണ്. നമ്മളെപ്പോഴും പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നോൺ ഫാം പേറോൾ ഡേക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഹൈലി വോളറ്റാലിറ്റി ഉണ്ടാക്കുന്ന ദിവസമാണ്. അതിൻ്റെ ഉപരി ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഡേ ആയതുകൊണ്ടിട്ട് തന്നെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മൾ ഇന്നത്തെ ദിവസം മാറി നിൽക്കുന്നതായിരിക്കും എന്നെടുത്ത് ഞാൻ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ദിവസത്തെ കോഴ്സാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്താ പറയുക, ഒരു ബേസിക് ലെവലിലുള്ള ഒരു ബിഗിനർക്ക് വേണ്ടുന്ന കാര്യങ്ങളായിരിക്കും അതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ളൊരു കാര്യങ്ങളല്ല. സോ രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് എല്ലാ ആഴ്ചയിലും നമ്മുടെ ഈ കോഴ്സ് നടക്കുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമുക്ക് ഇന്ന് നോൺ ഫാം പേറോൾ വരുന്നത് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. UK ടൈമിംഗ് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. എനിക്ക് തോന്നുന്നത് അപ്പം ഇന്ത്യൻ ടൈമിംഗ് അത് 6 മണി ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. 6 മണി 3, 4, 5, 6 മണിക്കാണ് ഇന്ത്യൻ ടൈമിങ്ങിൽ നോൺ ഫാം പേറോൾ വരുന്നത്. അതിന് മുന്നേ ആയിട്ട് ഏതെങ്കിലും ഓപ്പൺ പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയുക. അത് ലോസ് ആണെങ്കിലും ക്യാൻസൽ ചെയ്ത് കളയുക എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോവാം അല്ലേ? സോ അതുകൊണ്ടിട്ട് പ്രോഫിറ്റ് ഉള്ളവർ പ്രോഫിറ്റ് എടുത്ത് മാറുക. സോ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതും ആ ഒരു ന്യൂസ് തന്നെയാണ്. അതിനുശേഷം നമുക്ക് ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്. അത് വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ദിവസത്തെ ഇമ്പോർട്ടൻസ്. നാളെ നമുക്ക് US ഹോളിഡേ ആണ്, US ഇൻഡിപെൻഡൻസ് ഡേ ആണ്. സോ US ഹോളിഡേ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ എന്താ പറയുക, നമ്മുടെ US ഇൻഡിപെൻഡൻസ് ഡേസ് പ്രമാണിച്ച് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് US നിന്ന് വരുന്നതെന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് അറിയത്തില്ല. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ടതാണ് എന്നെടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. സോ അത് മാത്രമല്ല, DXY നമ്മുടെ ഡോളർ ഇൻഡെക്സ് ഇപ്പം നിൽക്കുന്നത് ഏകദേശം 20 വർഷത്തെ ലോ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ അത് അവിടുന്ന് തിരിച്ച് മുകളിലോട്ട് കയറും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ US ഡോളർ കയറി കഴിഞ്ഞാൽ ചിലപ്പം NFP ന്യൂസ് വരുമ്പം DXYക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് വരികയും ഗോൾഡ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. സോ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ല, ഇത് വെച്ചിട്ടൊന്നും ചെയ്യാനും പാടില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമാണ്. ഓക്കെ, സോ എന്താ പറയുക, DXY ഏറ്റവും 20 വർഷത്തെ ലോയിൽ നിൽക്കുകയാണ്. അത് US എക്കണോമി എങ്ങനെ ബാധിക്കും എന്ന് വെച്ചാൽ എക്സ്പോർട്ടിങ്ങിനൊക്കെ അത് വളരെ നല്ല രീതിയിലായിരിക്കും ബാധിക്കുന്നത്. കാരണം US ഡോളറിൻ്റെ റേറ്റ് കുറഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും, ബാക്കിയുള്ള കൺട്രീസിൽ അന്ന് സാധനങ്ങൾ മേടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. സോ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. ഇതും നമ്മുടെ മാർക്കറ്റുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ DXY കയറ്റാനായിട്ടുള്ള DXY മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഡോളർ ഇൻഡെക്സ് മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി കാരണം ഇന്ന് ചിലപ്പം NFPയുടെ ന്യൂസ് ചിലപ്പം നല്ലതായിരിക്കും, പോസിറ്റീവായിരിക്കും DXYക്ക് എന്ന് പ്രതീക്ഷ മാത്രം ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. സോ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരുമ്പോൾ JPY ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 143.78 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് നമ്മുടെ JPY നിൽക്കുന്നത്. JPYയുടെ പ്രോപ്പർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നോൺ ഫാം പേറോൾ പ്രമാണിച്ച് അല്ലെങ്കിൽ നോൺ ഫാം പേറോൾ കഴിയുന്ന കുറച്ച് മണിക്കൂറുകളിൽ JPY 142 റേഞ്ചിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടെ ചെറിയൊരു ഈച്ച, അത് കാരണമാണ് ഞാൻ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങുന്നു. ഓക്കെ, സോ 142 റേഞ്ചിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 142 എന്ന് പറയുമ്പോൾ 142 തന്നെ വരണം. 142 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 141.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് JPYയിൽ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ഈ ആഴ്ച മൊത്തത്തിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പറഞ്ഞത്. കാരണം ഈവൻ 144 ആയിരുന്നു അടുത്തൊരു ബൈ പോയിന്റ് ഉള്ളത്. 144 എടുത്തിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ ആഴ്ച
എന്താ പറയുക, ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. 144.50 വരെയൊക്കെയാണ് മാക്സിമം പോയിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് JPY ഒന്നും തീരുമാനിക്കാറായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഈ ആഴ്ച നമുക്ക് JPY തന്നിട്ടില്ല, പ്രോപ്പറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല എന്നുള്ളതാണ് JPYയുടെ ഈ ആഴ്ചത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. നേരെ നമ്മളുടെ യൂറോയിലോട്ട് പോകുമ്പോൾ, യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.1851 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, 1.1800 കടന്ന് മുകളിലോട്ട് പോയെന്ന് വെച്ചാൽ ഒരിക്കലും പോയിട്ടില്ല. 1.18 സപ്പോർട്ട് തന്നെ, റെസിസ്റ്റ് തന്നെ ചെയ്ത് നിൽക്കുന്നു. പക്ഷേ ഇവിടുന്ന് സെല്ലെടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വേണം എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. മെനഞ്ഞാന്ന് പോയ ഹൈ 1.1830 മുകളിലായിട്ട് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊണ്ട് വേണമെങ്കിൽ ഒരു സെല്ല് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല, അത് ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി എനിക്കൊരു ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ദിവസം തൽക്കാലം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. നേരെ GBPയിലോട്ട് വരും. GBPയും സെയിം തന്നെയാണ്. 1.3663 എന്ന് പറയുന്ന റേഞ്ചാണ്. നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയും GBPയിൽ ഞാൻ കാണുന്നില്ല. സെല്ലും ഇല്ല, ബയ്യും ഇല്ല. GBP ഇനി 1.3500 അവിടെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇനി ഒരു അവിടുന്ന് ഒരു ബൈ എൻട്രി ആണ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. യൂറോ എടുത്തു കഴിഞ്ഞാൽ യൂറോയും 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ബൈ എടുക്കണം എന്നുള്ളതാണ് ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള. ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ വെറുതെ ട്രേഡ് എടുത്ത് വെറുതെ ടെൻഷൻ അടിച്ച് വെറുതെ എന്തിനാണ് നമ്മളെ സമയം കളയുന്നത് അല്ലേ. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ 3354 എന്ന് പറയുന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമുക്ക് സെല്ല് ചെയ്യണോ ബൈ ചെയ്യണോ എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പിടിയില്ല. ഒന്നാമത്തെ കാര്യം നോൺ ഫാം പേറോളാണ്, ട്രിക്കി മാർക്കറ്റാണ്, മാർക്കറ്റ് കണ്ടീഷൻസ് ആണ് നിൽക്കുന്നത്. ഇപ്പം നോർമലി നമ്മൾ ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് ക്ലോസിങ് 3,357 തൊട്ടടുത്ത ക്യാൻഡിൽ. ഇന്ന് തുടങ്ങിയ ക്യാൻഡിൽ 3,357 നേരെ 3,365 പോയി. ഈ ആഴ്ചത്തെ ഏറ്റവും ഹൈയിലോട്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പോയി. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോകുന്നതും കണ്ടു. 3,340 റേഞ്ചിൽ 45 അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് പോയി. അപ്പോൾ ഈ $15 മൂവ്മെൻ്റ് ആണ് ആക്ച്വലി ഗോൾഡിൽ ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ളത്. മിക്കവാറും നോൺ ഫാം പേറോൾ വരെ ഈ ഒരു $15 മൂവ്മെൻറ്റ് താഴോട്ടും മുകളിലോട്ടും പോകാനായിട്ട് കളിക്കാനായിട്ടുള്ളൊരു ഒരു പോസിബിലിറ്റി ആണ് മാർക്കറ്റിലുള്ളത് എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറയാനായിട്ടുള്ളത്. നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാനിപ്പോൾ രാവിലെ സെൽ ഓപ്പർച്യൂണിറ്റിയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് UK ടൈമിങ് 7 മണിക്ക് ബേസിക്കലി മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് 3,359 അതായത് 3,360 താഴെ, അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലിൻ്റെ താഴെയായിട്ടാണ് US ഓപ്പൺ ആയപ്പം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഏഷ്യ ഓപ്പണിങ്ങിന് 3,360 താഴെ തന്നെ ആയതുകൊണ്ടിട്ട് 7 മണിക്ക് യൂറോപ്പ് ഓപ്പണിംഗ് ടൈമിങ് 11:30 മണി ഇന്ത്യൻ ടൈമിങ് ഇങ്ങനെ 3,356 താഴെ ആയതുകൊണ്ടിട്ട് തന്നെ അവിടുന്ന് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഞാൻ ചിന്തിച്ചാണ്. പക്ഷേ അടുത്ത ക്യാൻഡിൽ നേരെ പോയി സ്റ്റാർട്ട് ചെയ്തതേ 3,360 മുകളിലാണ്. അത് ആ ക്യാൻഡിലിൻ്റെ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് യൂറോപ്പിൽ എനിക്ക് തോന്നുന്നത് യൂറോപ്പിൽ ജർമ്മനി ഓപ്പൺ ആവുന്ന സമയം ഇന്ത്യൻ ടൈമിങ് 12:30 മണിക്കാണ്. ഓക്കെ, ഇപ്പം മെയിനായിട്ട് UK ഓപ്പൺ ആവുന്നത് 7 മണിക്കും യൂറോപ്പ് ഓപ്പൺ ആവുന്ന ഇന്ത്യൻ ടൈമിങ് 12:30 മണിക്കും, ഇവിടുത്തെ 8 മണിക്കുമാണ്. അത് മാത്രമല്ല 4 അവർ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 അവർ ക്യാൻഡിലും എന്താ പറയുക, ഇത് പുതിയ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പുതിയൊരു 4 അവർ ക്യാൻഡിലാണ്. ഈ 4 അവർ ക്യാൻഡിലും ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 3,353 താഴെ തന്നെയാണ്. പക്ഷേ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ 3,360 മുകളിലായിട്ടാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ള റീസൺ. സോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഒന്നാമത്തെ കാര്യം NFP ഡേ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഞാൻ വിചാരിച്ചത് ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ട് മാറി നിൽക്കാം, ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ് പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ഇന്ന് ട്രേഡ് ചെയ്യാതിരിക്കുക, നാളെയും ട്രേഡ് ചെയ്യാതിരിക്കുക. നമുക്ക് തിങ്കളാഴ്ച നോക്കാം, മാർക്കറ്റ് എവിടെയെങ്കിലുമൊക്കെ എത്തും. അവിടുന്ന് നമുക്കൊരു പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഏറ്റവും നല്ല കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്താ പറയുക,
പുതിയ ആൾക്കാരിലോട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.